ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ഡിയോ BS6 മോഡൽ വണ്ടിയാണ്. ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയേക്കണേ. ഇപ്പോൾ നിലവിൽ 50,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 10,000 കിലോമീറ്റർ ബേസ് വെച്ചിട്ടുള്ള സർവീസ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ വണ്ടിക്ക് വലിയിലൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. അത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് ക്ലച്ചിനകത്ത് 1-2 കംപ്ലൈൻറ്റുകളുണ്ട്. പിന്നെ അത് കൂടാതെ കൊണ്ട് 30,000 കിലോമീറ്റർ ബേസ് ചെയ്തിട്ട് നമുക്ക് ഹെഡ് ഡീകാർബണൈസിങ് ചെയ്യേണ്ട ഒരു വർക്കുണ്ട്. ഇപ്പോൾ 30,000 എന്നുള്ളത് ഇപ്പോൾ നിലവിൽ 50,000 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹെഡ് ഡീകാർബണൈസിങ് അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടി വരുന്നൊരു വർക്കാണ്. അത് മൈലേജ് ഷോട്ട് പിക്കപ്പിലോ അതേപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിലിടയ്ക്ക് ഓഫായി പോകും, അങ്ങനത്തെ കംപ്ലയിൻസുകളൊക്കെ കാണിക്കുന്നത് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ്. അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് സർവീസിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ബാക്ക് ബ്രേക്ക് ലൈനറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്കിതിപ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. പുതിയ ലൈനർ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം, ബ്രേക്ക് ലൈനർ ക്ലീൻ ചെയ്തിടാം. പിന്നെ ഓൾറെഡി നമ്മളതിൻ്റെ ഈ വീലിൻ്റെ ആക്സിൽ അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പ്ലേ ആരംഭം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെയും ചെറുതായിട്ട് ഓയിലിൻ്റേതായിട്ടുള്ള ചെറിയ നനവ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ അതൊന്നും ചെയ്യേണ്ട. തൽക്കാലം നമുക്ക് ബ്രേക്ക് ക്ലീൻ ചെയ്തിട്ടൊക്കെ റീസെറ്റ് ചെയ്യാം. ഈ ഭാഗത്ത് ഓയിൽ ലീക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിലൊക്കെ ആയാലും മിക്കവാറും നമുക്കത് അഴിച്ചിട്ട് അതിൻ്റെ ബെയറിങ്ങും ആ ഓയിൽ സീലൊക്കെ കൂടി മാറ്റിയാലാണ് ആ ഭാഗം 100% ക്ലിയർ ആവുള്ളൂ കേട്ടോ. ചെറിയൊരു പ്രോബ്ലം നിലവിലുണ്ട്. അതായത് ആ ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങിന് ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട്. എന്നാൽ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ സർവീസിൽ ഓടിക്കാം. അടുത്ത സർവീസിലൊക്കെ ആയിട്ട് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്കത് അഴിച്ച് ക്ലിയർ ചെയ്യാം കേട്ടോ. പിന്നെ അതുകൂടാതെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽറ്ററിന് വലിയ പഴക്കമില്ല, പുതിയ ഫിൽറ്റർ ഇടയ്ക്കെപ്പോഴും മാറ്റിയാണ്. പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ കമ്പനി ഫിൽറ്റർ അല്ല, ഇത് നമുക്ക് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോബ്ലം നമുക്ക് ഈ പേപ്പറിൻ്റെ ക്വാളിറ്റിയിലാണ് അതിൻ്റെ വേരിയേഷൻ വരാം. ഈ സാധനം എടുത്ത് കളയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എന്താ വെച്ചാൽ ഒരല്പം കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ തന്നെ അത് പൊടി കയറിയിട്ട് അടഞ്ഞിട്ടുണ്ട്. നമ്മൾ കമ്പനി ഫിൽറ്റർ കിടക്കുന്ന അത്രയും ക്വാളിറ്റിയിൽ ആയിട്ട് കിടക്കില്ല, 100% ഉറപ്പ്. കാരണം 10,000 കിലോമീറ്റർ കമ്പനി ഐറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ധൈര്യമായിട്ട് ഓടിക്കാം. പക്ഷേ ഇത് അതിനിടയിൽ തന്നെ ബ്ലോക്ക് വരും. ഈ എയർ സർക്കുലേഷൻ കറക്റ്റായിട്ട് വരാതെ വരുമ്പോൾ പെട്രോൾ കൺസംഷൻ കൂടും, മൈലേജ് കുറയും, ഹെഡിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് കൂടും. അതാണ് മെയിനായിട്ടുള്ള പ്രോബ്ലം കേട്ടോ. അപ്പോൾ അതെടുത്ത് മാറ്റുന്നത് എന്തുകൊണ്ടും നല്ലത്. അതല്ലെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് പണി കിട്ടാൻ പോകുന്നത് നമ്മൾ പിന്നീട് ആണ് നമുക്ക് അറിയുള്ളൂ. പതുക്കെയാണ് അതിൻ്റെ പ്രോബ്ലംസ് കാണിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എടുത്ത് കളയണതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ഒരു 25 കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്കും ജെർക്കിങ് വലിയുറവ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം സാധാരണ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാനും ചെക്ക് ചെയ്യാനൊക്കെ നമ്മൾ അഴിക്കാറുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്ത് കാണുന്നത് മൊത്തം ഗ്രീസ് തേച്ച് വെച്ചാണ് ഈ കാണുന്നത് കേട്ടോ. ഗ്രീസാണ് ഈ കാണുന്നത് മൊത്തം ഗ്രീസാണ്. ശരിക്കും നമുക്ക് ഡ്രൈ ടൈപ്പ് ക്ലച്ചാണ് വരാം. അതിനകത്ത് നമുക്ക് ഓൾറെഡി ഇങ്ങനത്തെ ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അതിനകത്ത് ഒരുപാട് ഓവർ ഗ്രീസിങ് നടത്തിയേക്കണതിൻ്റെ ഒരു പ്രോബ്ലമാണ് മൊത്തം കാണിച്ചത്. അത് മൊത്തം തെറിച്ചേക്കാണ്, അതികൂടെയൊക്കെ തെറിച്ചേക്കാണ്. ആ ബെൽറ്റിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് ക്ലച്ച് ബാക്കിലത്തെ ഈ പുള്ളി യൂണിറ്റ് ഗ്രീസ് ചെയ്തേക്കണമായിരിക്കാം. അതിൻ്റെ ഉള്ളിൽ ഈ കാണുന്നത് മൊത്തം ഈ ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ഗ്രീസാണത്. ഈ കാണുന്നത് മൊത്തം ഗ്രീസാണ്, അതുകൊണ്ടത്. അപ്പോൾ ഗ്രീസ് ഉള്ള ഭാഗത്ത് നമ്മൾ ബ്രേക്ക് ഹബിൻ്റെ ഉള്ളിലൊക്കെ ഗ്രീസ് വെച്ചും ബ്രേക്ക് പിടിച്ചാലുള്ള അവസ്ഥ എന്താ, ബ്രേക്ക് കിട്ടില്ല. അത് തന്നെയാണ് ക്ലച്ചിൻ്റെ ഉള്ളിൽ നടന്നേക്കുന്നത്. ഇതുമ്മയാണ് ക്ലച്ച് ഷൂ വന്ന് ലോഡാവണത്. ക്ലച്ച് ഷൂ ലോഡാവണ ഭാഗത്ത് ഗ്രീസ് വന്നതാണ്. ക്ലച്ച് ഷൂ മൊത്തം ഗ്രീസ് വന്നിട്ട് ഈ ഒരു അവസ്ഥയ്ക്ക് ആയിട്ടുണ്ട്. അത് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ഗ്രീസിങ് ശരിക്കും ഗ്രീസ് ഇവിടെ അങ്ങനെ ഗ്രീസിൻ്റെ ആവശ്യം വന്നില്ല. വേരിയേറ്റർ ബോഡിയുടെ ഭാഗത്ത് ഗ്രീസേ വേണ്ട. നമുക്ക് വന്നത് ഈ പുള്ളിയുടെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അതും വളരെ റെയർ, നമുക്ക് ആവശ്യത്തിന് മാത്രം കേട്ടോ. ഇത് ആവശ്യത്തിൽ കൂടുതൽ ഗ്രീസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതാണ് മെയിനായിട്ട് ആ ക്ലച്ചിൽ ആ പ്രോബ്ലം വരുത്തിയാണ് എൻ്റെ മെയിനായിട്ട് ഗ്രീസ്. ഇപ്പോൾ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഈ ബാക്കിൽ തന്നെ ഈ പുള്ളി, അതിൻ്റെ ഓയിൽ സീൽ, ഓറിങ്, അതേപോലെ തന്നെ പിന്ന്, റോളർ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. അത് നമ്മൾ ഓരോ 10,000 കിലോമീറ്റർ മാറ്റേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ അത്. അപ്പോൾ അത് ആ രീതിയിൽ കയറ്റാം. പിന്നെയുള്ളൊരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഈ വേരിയേറ്റർ ബോഡിയാണ്. വേരിയേറ്റർ ബോഡിയും ബോസ് ഡ്രൈവും തമ്മിൽ ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇത്ര ഷെയ്ക്ക് ഉണ്ട്. അത്ര ഷെയ്ക്ക് വരുമ്പോൾ അത് ശരിക്കും നമ്മളുടെ വണ്ടിയുടെ പിക്കപ്പിനെ ബാധിക്കും. ആ വണ്ടി കുറച്ചിട്ട് ഏകദേശം ഒരു 25-30 കിലോമീറ്റർ വേഗതയിലേക്ക് പോകുമ്പോൾ വലിയനെയും ബാധിക്കും ശരിക്കും. അപ്പോൾ അത് മാറ്റി കളയേണ്ട അത്യാവശ്യമാണ്. 50,000 കിലോമീറ്റർ ആയതാണ്, അതിൻ്റെ ഏകദേശം ലൈഫ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതും കൂട്ടത്തിൽ നമ്മൾ മാറ്റേണ്ടതാണ്. പിന്നെ അത് കൂടാണ്ട് നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ബെൽറ്റ് നല്ല ബെൽറ്റാണ് കിടക്കുന്നത്, കമ്പനി ബെൽറ്റ് തന്നെയാണ് കേട്ടോ, വേറെ ഡാമേജ് ഒന്നുമില്ല. പിന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ നോക്കണമുണ്ട്. ബാറ്ററി നമുക്കിതുമ്പോൾ ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്, 2023 മോഡൽ 4 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.92 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്.
ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് വാല്യൂസ് അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഓക്കെ ആയിട്ടാണ് കാണിച്ചത്, വേറെ ഡാമേജ് ഒന്നുമില്ല. പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് ടയർ നല്ല രീതിയിൽ തേമാനമുള്ളതുകൊണ്ട് വണ്ടി പാളിയാണ് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശരിക്കും ടയർ മാറ്റുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കൂടെ നമ്മൾ ബ്രേക്ക് അഴിച്ച് ബ്രേക്ക് ക്യാമ് കാര്യങ്ങളും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യും കേട്ടോ. പിന്നെയുള്ളതെന്ന് നമുക്ക് സ്പീഡോമീറ്ററിന് ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. സ്പീഡോമീറ്റർ ശരിക്കും പറഞ്ഞാൽ പതുക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും മീറ്റർ സൂചി ഇങ്ങനെ വെട്ടി എത്തി കയറാം. അത് മീറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാവണം കേട്ടോ. മീറ്റർ വലിയ താമസിച്ചാണ്ട് കംപ്ലയിൻറ്റിലേക്ക് പോകും. കറക്റ്റ് റീഡിങ് കാര്യങ്ങൾ കാണിക്കാത്തൊരു സിറ്റുവേഷൻ വരും. മീറ്റർ ജാമാണ്, സ്റ്റക്ക് ആവുന്ന ഒരു കണ്ടീഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുക. തൽക്കാലം അത് അങ്ങനെ തന്നെ നിലനിർത്താം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗം നോക്കണുണ്ട്. പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി, വേറെ പ്രോബ്ലം ഒന്നുമില്ല, നല്ല പ്ലഗാണ്. അപ്പോൾ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് മെയിനായിട്ട് വരാം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ക്ലച്ചിലാണ് നമുക്ക് ഗ്രീസിങ്ങും കാര്യങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് ആ വലിയിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ കാണിച്ചാണ്. പിന്നെയുള്ളത് നമുക്ക് ടയർ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം നമ്മളിപ്പോൾ അത്യാവശ്യം പ്രതീക്ഷിക്കുന്ന എസ്റ്റിമേറ്റ് എമൗണ്ട് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. ഈ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, പിന്നെ റോളർ, അതിൻ്റെ ഹോൾസെയിൽ ഐറ്റംസ് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അടുത്ത സർവീസിൽ നമുക്ക് ചെയ്യേണ്ടി വരുന്ന പെൻഡിങ് ആയിട്ട് നിർത്തുന്ന ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഷാഫ്റ്റിൻ്റെ ബാക്കിലേക്ക് വരുന്ന ഗിയർ ബോക്സിൻ്റെ ബെയറിംഗ് ആണ്. അടുത്ത സർവീസിൽ മിക്കവാറും നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കൂടുതൽ പ്ലേ കാണിക്കുകയോ ഓയിൽ ലീക്ക് കൂടുതൽ കാണിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ചെയ്താൽ മതി. ചെറിയൊരു കംപ്ലയിൻറ്റ് ആരംഭമുണ്ട്, അത് ഒരു പക്ഷേ ചിലപ്പോൾ കുറേ നീണ്ടു നിൽക്കാം, നമുക്ക് ലൈഫ് കിട്ടാം. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത സർവീസ് ചെയ്താൽ നമുക്ക് മാറ്റേണ്ടി വന്നേക്കാം കേട്ടോ. ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ചിലവിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.